ഉപവാസത്തെ സംബന്ധിച്ചുള്ള തർക്കം. യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരിസ്യരും ഉപവസിക്കുകയായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാൻ്റെയും ഫരിസ്യരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു പറഞ്ഞു, മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറത്തോൾ ഉപവസിക്കുവാൻ സാധിക്കുമോ? മണവാളൻ കൂടെ ഉള്ള ഇടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രങ്ങൾ പുതിയ കഷ്ണം തുന്നിച്ചേർക്കുകയില്ല. അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറിപ്പോകുകയും കീറൽ വലുതാകുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ ഒഴിച്ചു വയ്ക്കുകയില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞ് തോൽക്കുടങ്ങൾക്കാരും നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിൽ വേണം. എൻ്റെ സ്നേഹസ്വരൂപന യേശുനാഥ, എൻ്റെ സ്വരം കേൾക്കണ എല്ലാ മക്കളും, നിങ്ങളെല്ലാവരും സുഖമായിരിക്കണോ മക്കളെ? എൻ്റെ ചെല്ലങ്ങളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. എൻ്റെ ലിയോ 14 മാർപ്പാപ്പ, സെൽവരാജ് പിതാവ്, സ്നേഹബഹുമാനമുള്ള വിൽസൺ സാമുവൽ പിതാവ്, എൻ്റെ നാട്ടിലെല്ലാ മക്കളും, എല്ലാവരും, എൻ്റെ സ്നേഹബഹുമാനമുള്ള എൻ്റെ ചെല്ല മക്കളും, എനിക്ക് അത്രയ്ക്ക് ഭയങ്കര സ്നേഹമാണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഇതൊക്കെ കാണുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റണുണ്ട്. എനിക്ക് നിങ്ങളോടത് പറയാൻ പറ്റണുണ്ട് സ്വാതന്ത്ര്യമായിട്ട്. എൻ്റെ മക്കളോട് പറയും പോലെ ഒത്തിരി കാര്യങ്ങൾ അമ്മയ്ക്ക് അത് മനസ്സ് തുറന്ന് പറയാൻ പറ്റണുണ്ട്. എന്നുവെച്ചാൽ ആദ്യമൊക്കെ അമ്മയ്ക്ക് ഒത്തിരി പേടിച്ചിട്ടായാലും അമ്മ പറയുകയാണ്. അമ്മയ്ക്കിപ്പോൾ ഒരു പേടിയില്ല. ഈ മണവാളൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ, യേശു എന്നുള്ള യേശു എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ മക്കളെ പേടിക്കണം? ഒരു പേടി അമ്മയ്ക്കില്ല. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. തിരുക്കുടുംബത്തിൻ്റെ നാഥനായിരിക്കുന്നത് യേശുവാണ്. അപ്പോൾ ആ യേശുവിനെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാം, ദൈവത്തെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാം, ദൈവമായ വചനത്തിനെ കൂടുതൽ സ്നേഹിക്കാം. വചനത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിൽ കൊണ്ടുവരാം. നമ്മളെ മക്കളുടെ അടുത്തൊക്കെ നമ്മൾ തെറ്റിപ്പോയി, നമ്മളെ മക്കൾ തെറ്റിപ്പോവും. മക്കൾ നന്നായിരിക്കുമ്പം നമുക്കൊരു വീഴ്ച വരുമ്പോൾ നമ്മളെ മക്കൾ നമ്മളെ താങ്ങും. അത് അത്രയ്ക്ക് സത്യമാണ് മക്കൾ. നമ്മളെ കുടുംബം നമ്മളെ താങ്ങും. അതുകൊണ്ട് നിങ്ങളെ കുടുംബത്തിനെ നിങ്ങൾ സ്നേഹിക്കുക. നമ്മളെ മക്കൾ എപ്പോഴും അടുത്തവരെ സ്നേഹിക്കാൻ പോയാൽ നമ്മളെ മക്കളെന്തെങ്കിലും ചിന്നാഭിന്നമായി പോവും. ഒരു പേപ്പറിൽ അമ്മ വായിച്ചതാണ്, ചെയ്യാത്തൊരു കുറ്റത്തിന് ജയിലിൽ കിടന്നപ്പം അവരെ മക്കളെല്ലാം വിദ്യാഭ്യാസമൊന്നും കൊടുക്കാൻ പറ്റാതെ അവരൊക്കെ മൊബൈൽ കടയിലൊക്കെ നിന്ന് ഇപ്പോൾ കഷ്ടപ്പെടണമുണ്ട് എന്ന് പേപ്പറിൽ വായിച്ചതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ മക്കളെ കുടുംബം നമ്മൾ ശ്രദ്ധിക്കാതെ പോയി നമ്മളെ മക്കളെ വിദ്യാഭ്യാസം എല്ലാം പോകും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിദ്യാഭ്യാസം കുറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജോലിക്കും പോകാൻ പറ്റില്ല, അവരുടെ ഭാവി നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ഒരു 15-22 വയസ്സ് വരെ അവരുടെ വിദ്യാഭ്യാസം, അതാണ് ഏറ്റവും മെയിൻ. അവിടെ സ്നേഹമോ വേറെ ഒന്നുമില്ല. കുടുംബം, അമ്മയും പപ്പയും പറഞ്ഞാൽ കേൾക്കുകയും മക്കളെ നിങ്ങൾ പഠിക്കുവിൻ, ശക്തമായിട്ട് പഠിക്കും. എൻ്റെ ചില മക്കളെല്ലാം ഒന്നാ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അമ്മയും പപ്പയും നല്ല അവർ പറയണ അനുസരിച്ച് അവരെ കൂടെ നോക്കുവാനുള്ള നമുക്ക് ആ ഒരു പ്രാപ്തി എന്ന് വെച്ചാൽ ഇനിയൊക്കെ വികസനമാണ് പറയുന്നത്. അപ്പോൾ കപ്പൽ, ഷിപ്പ്, ഇതൊക്കെ അത് പഠിച്ചാലേ നമുക്ക് അതിലൊക്കെ ജോലി കിട്ടും. എല്ലാവർക്കും അതിനുള്ള സാധ്യത വരെയാണ്. അത്രയ്ക്ക് നമ്മളെ കേരളം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തോടൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും പഠിച്ചാലേ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ കയറി പറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ മക്കളും ശക്തമായി പഠിക്കുക, സ്നേഹമെല്ലാം മാറ്റി വയ്ക്കുക. എന്നുവെച്ചാൽ അത് നമുക്ക് എപ്പോഴും വേണമെങ്കിൽ സ്നേഹിക്കാം. നമുക്ക് എപ്പോൾ വേണോ സ്നേഹം. അമ്മയും പപ്പയും പറഞ്ഞ അനുസരിച്ച് എൻ്റെ മക്കൾ പഠിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം തന്നെ ചെയ്യും. എൻ്റെ സ്വരം കേൾക്കണം, എൻ്റെ ചെല്ല മക്കളെല്ലാം കേൾക്കണം. അമ്മ പറഞ്ഞിരിക്കണം, എല്ലാവരും അമ്മയ്ക്ക് കൈത്താങ്ങുക, അമ്മയുടെ അക്കൗണ്ടിലോട്ട് ഇടുക എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അത് സത്യമാണ്. അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുക. എന്ന് വെച്ചാൽ വൈദ്യർക്ക് 1ാം സ്ഥാനം കൊടുക്കണം. എങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ കൂടെ വന്നാലേ അമ്മയ്ക്ക് അത് അറിയാൻ പറ്റൂ. അത് പാവങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളത്. അമ്മ ഒരു പൈസ അതിലെടുക്കില്ല. എന്ന് വെച്ചാൽ അമ്മയെ ഈ യൂട്യൂബിൽ കയറുമ്പോഴേ അമ്മ പോലീസ് സ്റ്റേഷനിൽ വരെ കയറിയതാണ്. എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോലീസ് പറഞ്ഞതാണ്, ഇതിൽ എന്തെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ എവിടെ കിടക്കും? അങ്ങ് കിടക്കും. ഇവിടെ കേന്ദ്രത്തിലോ ജയിലിലാണ് എന്നെ കൊണ്ടുപോകണം. അപ്പം അമ്മയ്ക്ക് വിശ്വാസമുണ്ട്, അമ്മ ഇതിൽ അറിഞ്ഞും കൊണ്ട് ഒരു തെറ്റ് ചെയ്യൂല. എന്ന് വെച്ചാൽ ഇതിൽ പൈസ നിങ്ങൾക്ക് പാവങ്ങൾക്ക് പറഞ്ഞ പണമൊക്കെ ഞാൻ എടുത്താലേ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പം അമ്മ അത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് അതിൽ അമ്മ ചെയ്യുകയില്ല. പിതാവിനോട് ചോദിച്ച്, എൻ്റെ യേശുവിനോടാണ് ചോദിച്ചു, പിതാവിനോടാണ് ചോദിച്ചു, അവർ വഴിയുള്ള എടുത്തു കൊടുക്കണ അല്ല അമ്മ തെറ്റിലോട്ടൊന്നും അമ്മ പോവില്ല. അമ്മ പയ്യാലെ അമ്മ ജയിലിലൊക്കെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കൾക്ക് എന്നെ വിശ്വസിക്കാം.
എല്ലാ കാര്യവും അമ്മ സത്യസന്ധമായിട്ട് ഇതുപോലെ പറയണമെങ്കിൽ അമ്മയുടെ ഇതിൽ കൂടെ വന്നാലേ അമ്മയ്ക്ക് അറിയാൻ പറ്റും. അല്ല പിതാവിൻ്റെ കൊടുത്തിട്ട് പള്ളി വഴിയൊക്കെ പിതാവിൻ്റെ അങ്ങ് പോകുമ്പോൾ അത് ആരെയിൽ പോകണമെന്ന് എനിക്ക് കണക്ക് പറയാനോ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനോ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ എൻ്റെ ഇതിൽ പറഞ്ഞ പൈസയ്ക്ക് എനിക്ക് സുരക്ഷിതമായി ആ കേക്കിന് കാവൽ നിന്നതുപോലെ ഈ പണത്തിന് എനിക്ക് കാവൽ നിൽക്കാൻ പറ്റും. അല്ലാതെ എനിക്ക് നിങ്ങൾക്ക് പറയാനും പറ്റും. എനിക്ക് പിതാവിൻ്റെ കൂടെ ചോദിച്ചിട്ടേ അമ്മ അതെല്ലാം ചെയ്യുള്ളൂ. അല്ലാതെ ഒരു കാര്യം അമ്മ ചെയ്യുകയില്ല. അമ്മയ്ക്ക് അത് എടുത്ത് അമ്മ ഇപ്പോൾ തൊഴിലുറപ്പിലൊക്കെ ഉണ്ട്. അമ്മ അങ്ങനെ വെളിയിൽ പോകില്ല. അമ്മേരെ കണ്ടം കൊടുക്കുമ്പോൾ അമ്മ തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോണ ഒരു അമ്മയാണ്. അതിൻ്റെ പൈസ ഈ അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞിരിക്കുന്നത് ഇനി ഈ അക്കൗണ്ടിൽ ഈ തൊഴിലുറപ്പിൻ്റെ പൈസയോ ഞാൻ അതിൽ ചെയ്യണമൊന്നും ഞാൻ ഇനി തൊഴിലുറപ്പിനെ പോകണില്ലെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ വേറെ ഒരു ജോലിക്കും അല്ല, ഈ കണ്ടം പണി വരുമ്പോഴാണ് പോകണം. അല്ലാതെ അമ്മ തൊഴിലുറപ്പിന് പോകില്ല. നമ്മളെ വസ്തുവിൻ്റെ ഇത് പണി വരുമ്പോൾ ഞാൻ ഇറങ്ങും. അപ്പോൾ ഇനി അതുപോലും നമ്മൾ ചെയ്യില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പൈസ പോലും എൻ്റെ പൈസ എന്നത് പറയാൻ പാടില്ല. പാവങ്ങളെ പൈസയാണ്. ഇതിൽ 600 രൂപയായിട്ടേ ഉള്ളൂ. അത് അമ്മ ഈ ഫോണിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഫോൺ വഴിയായിട്ടേ ഇടുന്നതേ ഉള്ളൂ. അല്ലാതെ പൈസ എന്നുള്ള സാധനം അമ്മ തൊടയില്ല. തൊട്ടാലേ അമ്മയ്ക്ക് പ്രശ്നങ്ങളും സ്റ്റേഷനും ജയിലും ഒക്കെ കിടക്കേണ്ടി വരും. അമ്മ തെറ്റ് ചെയ്യാതിരുന്ന അമ്മയ്ക്ക് ശിക്ഷ അനുഭവം ഇല്ല. അമ്മ സത്യസന്ധമായിട്ടുള്ള അമ്മ. അപ്പോൾ അതിന് നിങ്ങൾക്ക് പാവങ്ങൾക്ക് ന്യായവും നീതിയും വാങ്ങി തന്നേ പറ്റും. ഇനി വൈദ്യർക്ക് 1-ാം സ്ഥാനം വാങ്ങിച്ച് കൊടുത്തേ പറ്റും. അതുകൊണ്ട് എല്ലാ മക്കളും എൻ്റെ സ്വരം കേൾക്കണം. എല്ലാ മക്കളും ഫോണിലിടാൻ അറിയാമെന്നുള്ള മക്കളുള്ള എല്ലാം എന്ത് ചെയ്യണം, ഇതിൽ ഇട്ട് തന്നേ പറ്റൂ. ബാക്കിയുള്ള ഇടാൻ അറിഞ്ഞിടാത്തവരെല്ലാം കവറിലിട്ട് പള്ളിയിൽ കൊടുക്കുക. നമ്മുടെ ഈ ത്രേസ്യാപുരം കുടുംബത്ത് 350 കുടുംബമുണ്ട്. 350-400 കുടുംബത്തിനകത്തുണ്ട്. അവരെല്ലാവരും എൻ്റെ ഫോണിൽ ആരും ഇടണ്ട എന്ന് വെച്ചാൽ അവരെല്ലാം പള്ളിയിൽ കൊണ്ടു കൊടുക്കുക. യൂണിറ്റ് ലീഡർ വഴി അവരൊക്കെ ഒരു ദിവസത്തെ വരുമാനം വയ്ക്കണുണ്ടോ എന്ന് എനിക്കറിയണം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയങ്കരമാണ് അവരൊക്കെ. പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഈ പൈസ കൊടുക്കണതിൽ അവരെങ്ങനെ ചൊടി കാണിക്കണം. ഒരു ദിവസത്തെ വരുമാനമാണ് ദൈവം ഈശോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ദൈവത്തിന് കൊടുക്കുന്നത് എങ്ങനെ അവർ കൊടുക്കണുണ്ട് എന്ന് എനിക്കറിയണം. ഇവിടെ ഉള്ളവർ കൊടുക്കണം. ബാക്കിയുള്ളവരെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് മക്കൾ. അവിടെ ബാക്കിയുള്ളവരത്തൊന്നും ഇത്ര അടിയില്ല. ഇവിടെ കണ്ടത് അടിയും പ്രശ്നങ്ങളായതുകൊണ്ട് അതുകൊണ്ട് അമ്മ പറയണം, ഒരു ദിവസത്തെ വരുമാനം കൊടുക്കുന്നത് അത് യൂണിറ്റ് ലീഡറൊക്കെ അവരൊക്കെ നിന്ന് എത്ര വയ്ക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവരും ലീഡർ തൊട്ട് എല്ലാവരും വെച്ചേ പറ്റും. ഒരു ദിവസത്തെ വരുമാനം കൊടുത്തേ പറ്റും. അപ്പോൾ അതെല്ലാം എണ്ണി എത്ര രൂപ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പള്ളിയിൽ കവറിലിട്ട് തന്നെ കൊടുത്താൽ എൻ്റെ ഫോണിൽ ഇടാനേ വേണ്ട. ബാക്കിയുള്ള എല്ലാ മക്കളും ഫോണിൽ കൂടെ ഇടാൻ അറിയാമെന്നുള്ള മക്കളെല്ലാം ഫോണിൽ ഇട്ടാണ്. എങ്കിലും എനിക്ക് ഈ പൈസയ്ക്ക് കാവൽ നിൽക്കാൻ പറ്റും. അല്ലാതെ പൈസയ്ക്ക് എങ്ങനെ കാവൽ നിൽക്കാൻ പറ്റും? ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. വേറെ എവിടെയെങ്കിലും പോണ പൈസയ്ക്കൊന്നും എനിക്ക് അവർ പറഞ്ഞു തരുമോ? ഇല്ല. നീ ഇങ്ങനെ ഇങ്ങനെ ഇതാണെന്ന് പറഞ്ഞ് ഒരിക്കലും തരും. എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന പൈസയ്ക്ക് എനിക്ക് ഈ പാവപ്പെട്ട എൻ്റെ പൈസയ്ക്ക് എനിക്ക് കണക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് എല്ലാവരും അമ്മയ്ക്ക് കൈ തരിക. കവർ അതൊന്നും പ്രശ്നമല്ല. മക്കൾ ഫോണിൽ ഇട്ട് തരിക. അതെല്ലാം പിതാവിനെ കൊണ്ട് അമ്മ ഏൽപ്പിച്ച് പിതാവിനോട് പറയാതെ ഒരു കാര്യം അമ്മ ചെയ്യുകയില്ല. അത് അപ്പോൾ പിതാവിൽ കൂടെ കൊടുത്ത് വൈദ്യരിൽ കൂടെ ചെയ്യുമ്പോൾ അവർക്കും 1-ാം സ്ഥാനം അവർക്ക് കിട്ടും. വൈദ്യരെ സ്നേഹിക്കണം. അവരെ സ്നേഹിക്കുമ്പോഴേ അവരെ മനസ്സ് സന്തോഷമായിരിക്കും. എന്ന് വെച്ചാൽ ഉഷാറോടെ തുള്ളിച്ചാടി ഒരു പൂജ നടത്താൻ വരുന്ന ഒരു ദൈവം കരഞ്ഞുകൊണ്ട് നിന്നാൽ എങ്ങനെയാണ്? ഒരിക്കലും അത് സന്തോഷമായ ഒരു പൂജയല്ല. അതുകൊണ്ട് അവർ നല്ലതായിട്ട് കുർബാന നടത്തുക. അവർക്ക് നല്ല ഒരു ധൈര്യം, അവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ കൊടുക്കുക, അവർ വഴി ചെയ്യുവാൻ. അപ്പോൾ അവർക്കൊരു വിലയുണ്ടാകും. അല്ലെങ്കിൽ അമ്മയെ തന്നെ ഈ ഗസമ്മ തൊട്ടൊരു ഓട്ടിച്ചടിക്കണം. ഇപ്പം അമ്മ ഒന്നിനും അങ്ങയല്ല. നിങ്ങളിനി എന്നിൽ കൂടി ഇനി ഈ പിതാവിൻ്റെ പൈസ വരുമ്പോഴേ ഇവർക്കൊക്കെ ഇത് വിശ്വാസം വരും. ഇപ്പോഴും ഈ ത്രേസ്യാപുരത്തുള്ളവർക്കൊന്നും വിശ്വാസമില്ല. ഇവിടെ പാവങ്ങൾ അമ്മയെന്ന് പറയുമ്പോൾ അയ്യേ എന്നെ കല്ല് പറിക്കെറിഞ്ഞ് ഓട്ടിക്കാൻ നിൽക്കണേ. എന്നുവെച്ചാൽ അവർ വരുമ്പോൾ എനിക്ക് കിറുക്കെന്നാണ് കൈയെടുത്ത് കാണിച്ചിട്ട് ഇന്നെന്താ ഞാൻ ഒരു തളർവാദ രോഗിക്ക് സുഖം കൊടുത്തതാണ് ഈ ത്രേസ്യാപുരത്ത്. ആ വ്യക്തി എന്നെ കണ്ടപ്പോൾ ചിരിച്ചു, ഞാനും ചിരിച്ചു. എന്നിട്ട് തലയിൽ കൈ വെക്കണം എനിക്ക് കിറുക്കെന്ന്. എന്തൊരു പറയാൻ പറ്റും മക്കളെ? അപ്പം എനിക്ക് ഇങ്ങനെയാണോ എനിക്ക് കാണുന്നത്? എന്നെ ഇത്രയും പാവങ്ങളെ ചങ്ക് പറിച്ച് കൊടുത്താലും അവർ ഇങ്ങനെയാണെന്ന് പറയണമെന്ന് ഉള്ള നാടാണ് ഈ ത്രേസ്യാപുരം. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി മാത്രം എൻ്റെ യൂട്യൂബിൽ അവർ ഇടണ്ട എന്നുള്ളൊരിത് അമ്മ വെച്ചത്. പള്ളിയിൽ കൊടുത്താൽ ദൈവം കാണട്ടെ, യേശു കാണട്ടെ, ഇത്ര രൂപ വെച്ച് കിട്ടി. ഓരോ കുടുംബത്തിൽ എല്ലാ യൂണിറ്റ് ലീഡർമാർക്കും അറിയാം ഓരോരുത്തർ ഇന്ന ജോലിക്ക് പോകണം ഇത്ര രൂപ ശമ്പളം ഉണ്ടെന്ന്. അപ്പോൾ അത് കവർ പൊട്ടിക്കുമ്പോൾ അവർക്കറിയാം. എഴുതി കൊടുത്ത പേരെഴുതി ഓരോരുത്തർ വാങ്ങിച്ച് കൊടുക്കണം. ഓരോരുത്തർക്കും അവർക്ക് അതറിയാൻ പറ്റും. ഇത്ര രൂപയാണ് ഒരു ദിവസം വരുമാനമുള്ളത്. അതിൽ കവറിൽ വച്ചിട്ടുണ്ടോ എന്ന് സത്യസന്ധമായിട്ട്. എൻ്റെ എല്ലാ മക്കളെല്ലാം സന്തോഷമായിരിക്കണം. എല്ലാ മക്കളും ഗൾഫിരിക്കണ തൊട്ട് എല്ലാ മക്കളും നോക്കിക്കൊണ്ടിരിക്കണ എല്ലാ മക്കൾക്കും സഹായിക്കാം. എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ടവൻ്റെ സഹായമാണ് ഇത്. ആർക്ക് വേണോ സഹായിക്കാം. പിന്നെ ഇത് സഹായം പോയി എത്തുന്നത് കത്തോലിക്ക സഭയിലുള്ള അംഗങ്ങൾക്ക് വൈദ്യരിൽ കൂടിയേ ഇത് സഹായം എത്തുകയുള്ളൂ. എൻ്റെ ചില മക്കളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. അമ്മയുടെ ഇതിൽ കൂടെ കൈത്താങ്ങണമെങ്കിൽ അമ്മയ്ക്ക് കാവൽ നിൽക്കാൻ പറ്റുമോ? അന്ന് കേക്കിന് അമ്മ ക്രിസ്മസിനന്ന് രാത്രി രസമന്തോട്ടത്തിൽ കാവൽ നിന്നപ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. അതുപോലെ നിങ്ങളോട് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയണമെങ്കിൽ അമ്മയുടെ ഇതിൽ വന്നാലേ അമ്മയ്ക്ക് പറയാൻ പറ്റും. അല്ലാതെ അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എൻ്റെ ചില മക്കളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണം. നിങ്ങൾ കുടുംബം
അത് നിങ്ങളെ ഇതിൽ കൊണ്ടുവരണം. അമ്മ എല്ലായിടത്തും ഇറങ്ങി വരും, എല്ലായിടത്തും വരും. എൻ്റെ യേശു കൂടി, ഞാൻ യേശുവിനെ കൂടി, എൻ്റെ പിതാവിൽ കൂടി ഞാൻ എല്ലായിടത്തും വരും. എന്ന് വെച്ചാൽ എനിക്ക് വന്നേ പറ്റൂ. നിങ്ങളെല്ലാം എനിക്ക് കാണണം, എല്ലാവർക്കും അനുഗ്രഹങ്ങൾ തരണം. അമ്മ കൈപ്പൊക്കിയ അനുഗ്രഹങ്ങൾ അത് സത്യസന്ധമായിട്ടുള്ളതാണ്. ഇവിടെ എല്ലാവരും ഇപ്പോൾ ഓരോരുത്തർ അന്വേഷിച്ചുകൊണ്ട് ഇത്രയും സത്യസന്ധമായിട്ട് പറയണ കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ പേരെടുത്ത് പറഞ്ഞവർക്കൊക്കെ നാണക്കേട്. ഇന്നലെ ഞായറാഴ്ച കണ്ട സംഭവമാണ്. ആളുകൾ വന്നു നിന്നുകൊണ്ട് ഓരോരുത്തർ പേരെടുത്ത് പറഞ്ഞ ആൾക്കാരോട് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അത് അമ്മ കണ്ട കാര്യങ്ങൾ അതൊക്കെ തെറ്റായിട്ട് ഓരോരുത്തർ കണ്ട കാര്യങ്ങളെ അമ്മയ്ക്ക് സത്യസന്ധത അമ്മ ചെവി കൊണ്ട് ഓരോരുത്തർ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതൊക്കെ തെറ്റായിരിക്കും മക്കളെ. എന്നുവെച്ചാൽ അവരസൂയ കൊണ്ട് ഓരോരുത്തർ ഇന്നതാണ് പറഞ്ഞത്. എൻ്റെ ഭർത്താവിനവരെ എൻ്റെ ഭർത്താവ് പെണ്ണുങ്ങളോടെ മിണ്ടണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറയണേ അങ്ങ് മിണ്ടിക്കൊണ്ട് പോട്ട്, ഭാര്യ എന്നുള്ള അവകാശം എനിക്ക് തന്നെയല്ല. അപ്പോൾ ആരും മിണ്ടിയാലും അതൊന്നും ഒരു കുഴപ്പമില്ല മക്കളെ. നിങ്ങൾ അതുപോലെ ഭർത്താവിനെ കുറിച്ച് നുണകൾ പറഞ്ഞു തന്നാൽ നിങ്ങൾ കേൾക്കരുത് മക്കളെ. നിങ്ങളെ ഭർത്താവിനെ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കുടുംബം തവിട് പൊടിയാവും. നിങ്ങളെ മക്കളെ നിങ്ങളെന്തിനാ ചേർത്ത് പിടിക്കുക. എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മക്കൾ സ്നേഹിച്ച്, ഇന്നലെ ഞാൻ പറഞ്ഞു സ്നേഹിച്ച് പിന്നെ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരിക. മക്കളെ ഉള്ളൂ, അല്ല നമുക്ക് ആരുമില്ല മക്കളെ. 3 മക്കളുണ്ടെങ്കിൽ നമ്മൾ 3 പേർ ഒന്നുമല്ല സ്നേഹിക്കുക. അപ്പോൾ ആരെങ്കിലും ദൈവം നമുക്ക് കൊണ്ട് കൂട്ടും. നമ്മൾ ഉപേക്ഷിക്കണ മക്കളായിരിക്കും ചിലപ്പോൾ നമുക്ക് എല്ലാത്തിനും നമുക്ക് താങ്ങായും തണലായും വരിക. അതുകൊണ്ട് ഒരു മക്കളെയും നിങ്ങൾ തെറ്റ് ചെയ്യണവർ ആരുമില്ല മക്കളെ. എല്ലാവരും തെറ്റുകാരാണ്. ഈ അമ്മയും പാപിയായ തെറ്റുകാരിയാണ്. എന്തൊരു രീതിയിലെങ്കിലും ചിലപ്പോൾ അമ്മേരെങ്കിലും തെറ്റ് കാണും. അമ്മയും തെറ്റുകാരിയാണ്. തെറ്റില്ലാത്തവരാരെങ്കിലും ഉണ്ടോ മക്കളെ? ഇല്ല മക്കളെ. അതുകൊണ്ട് എല്ലാവരിലും തെറ്റും കുറ്റവും എല്ലാം ഉണ്ട് മക്കളെ. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. നിങ്ങളെല്ലാം സന്തോഷം. ഗൾഫിൽ ഇരിക്കണ മക്കളെല്ലാം ജോലിക്ക് പോകാതിരിക്കണോ, ജോലിക്ക് പോകണം. ജോലി ഇല്ലാതെ ഇരിക്കണോ, ജോലി ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ ദൈവത്തെ, വചനമായ ദൈവത്തിനെ മുറുകെ പിടിക്കുക. ഒരു വചനം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം. നിങ്ങളെല്ലാം കുടുംബജീവിതം നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ നിങ്ങളെ ജീവിതം എല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമുള്ള കുടുംബമായി വരും. എല്ലായിടത്തും അമ്മ വരും ഇറങ്ങി. അമ്മേരെ കൂടെ ഈ കൈത്താങ്ങ് തരുമ്പോൾ അമ്മയ്ക്ക് കാവൽ നിൽക്കാൻ പറ്റും. അമ്മയെ കൊണ്ട് വൈദ്യരിൽ കൂടിയല്ല, ഈ ലോകം മൊത്തം ഇപ്പോൾ അമ്മേരെ യൂട്യൂബ് കാണാം. അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം. എൻ്റെ ചെല്ല മക്കളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരണം. എല്ലാവരും കാണണം മക്കളെ. കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുക മക്കളെ. എല്ലാവർക്കും ഇട്ട് കൊടുക്കുക. എല്ലാവരും കാണാൻ പറയുക. അത്രയ്ക്ക് എൻ്റെ ചെല്ല മക്കളോടുകൂടെ എനിക്ക് സ്നേഹമാണ്. എല്ലാ മക്കളോടും എനിക്ക് സ്നേഹമാണ്. നിങ്ങൾ സന്തോഷമായിരിക്കണം. നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ തകർക്കാതെ. അടുത്ത ഒരു പെണ്ണിൻ്റെ ഓടി പോയാൽ അവർ ഒരിക്കലും സ്നേഹിക്കില്ല മക്കളെ. നമ്മളെ പണങ്ങളെല്ലാം കൊണ്ടുപോവുകയുള്ളൂ. ഒരിക്കലും അടുത്ത പെണ്ണുങ്ങൾ നമ്മളെ ഭാര്യ തന്നെ എപ്പോഴായാലും നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. പണമുള്ളവരെ തേടിയാണ് ചിലപ്പം ഓരോരുത്തർ സ്നേഹിച്ച് കൊണ്ടുപോയി. ഈ പണത്തിനെ എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളത് അത് നമ്മൾ അറിഞ്ഞ് നമ്മളെ കുടുംബജീവിതം നമ്മൾ നോക്കുക. ആ മക്കൾ അതുകൊണ്ട് ഒരിക്കലും തെറ്റിലോട്ട് പോകാതെ ഭാര്യ എന്തെങ്കിലും പറയാം. അത് വിഷമങ്ങൾ നമ്മൾ ഇപ്പോൾ ഭർത്താവിൻ്റെ കൂടെ ദേഷ്യം വന്ന ഭർത്താവിൻ്റെ പറയും. വെളിയിൽ ആരുടെയും പറയാൻ പറ്റുമോ? ഭർത്താവിന് ദേഷ്യം വന്ന ഭാര്യയോടെ പറയും. അത് എല്ലായിടത്തും ഉള്ളത് തന്നെ മക്കളെ. ഒരിടത്ത് പോലും അതില്ലാത്തല്ലേ. എൻ്റെ ഭർത്താവ് എന്നെ ജീവിതകാലം മൊത്തം ഇതുവരെയ്ക്ക് എന്നെ അടിച്ചിട്ടില്ല. പക്ഷേ എന്നെ അടിച്ചു. ഈ യൂട്യൂബിൽ ചാനലിൽ കയറി ഞാനിത് തുടങ്ങിയപ്പം ഭർത്താവിന് ഇഷ്ടമില്ലാതെ ഇത് ഞാൻ തുടങ്ങിയത് പണ്ട് എനിക്ക് ഒത്തിരി അടി അളവിലൊക്കെ ഒത്തിരി കിട്ടി അടി. അപ്പോൾ അത് ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉള്ളത് തന്നെ മക്കൾ. അത് സഹിച്ച് സന്തോഷമായിട്ട് കുടുംബജീവിതത്തിനെ സന്തോഷമായി കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ കുടുംബജീവിതം അനുഗ്രഹമുള്ള കുടുംബമായി തീരും. എൻ്റെ ചെല്ല മക്കളെല്ലാം, എൻ്റെ സ്വരം കേൾക്കണ എല്ലാ മക്കളുകളും അനുഗ്രഹമുള്ള കുടുംബങ്ങളായി തീരട്ടെ. കടബാധ്യതകൾ എല്ലാം മാറട്ടെ. എൻ്റെ ചെല്ല മക്കളുകളെല്ലാം കരയണ മക്കളുണ്ടോ? കരയണ മക്കളെ കണ്ണീരാണ് ദൈവം ആദ്യം കാണുന്നത്. കരയണുണ്ടോ നിങ്ങളെ വിഷമങ്ങൾ ദൈവം കാണും. എൻ്റെ ചെല്ല മക്കളുകളെ അനുഗ്രഹമുള്ള മക്കളായി തീരും. എൻ്റെ ചെല്ല മക്കൾ സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. മനസ്സിൽ സങ്കടം വന്ന നമ്മളെ തലവേദന ഇതെല്ലാം കൂടും. നമ്മളതെല്ലാം കളഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അതങ്ങ് പോട്ടെ, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ എന്ന് നമ്മൾ ക്ഷമിക്കുക മക്കളെ. ക്ഷമിക്കുമ്പോൾ നമ്മളെ പകുതി രോഗം മാറും മക്കളെ. വചനമായ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം മക്കളെ. എൻ്റെ ചില മക്കളെല്ലാം സന്തോഷമായിരിക്കണേ. അമ്മ നിർത്തട്ടെ മക്കളെ.